ഡെറിവേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും ഓരോ ചാപ്റ്റേഴ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഡെറിവേറ്റീവ്സ് ആണ് കൂടുതലും ഇത് വന്നിട്ടുള്ളത്. പിന്നെ ന്യൂമറിക്കൽസിൻ്റെ തന്നെ അത്യാവശ്യം കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചോദിച്ചതാണെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ കുറേയൊന്നും എഴുതിയിട്ടില്ല, അറിയുന്ന കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടു ന്യൂമറിക്കൽസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനോട് എടുക്കാം. 1 വേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നു. നമുക്ക് 7 എണ്ണത്തിൽ 5 എണ്ണം എഴുതിയാൽ മതി, 2 എണ്ണം സ്കിപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വന്ന് ഇതിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഓപ്ഷൻ എ മാസമായിരുന്നു, അത് എഴുതി. പിന്നെ രണ്ടാമത്തത് ഓപ്ഷൻ ബി വെലോസിറ്റി ആണ് എഴുതി വെച്ചത്. കറക്റ്റ് ആണെന്നൊന്നും അറിയില്ല. ഞാൻ ഈ പറയുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണെന്ന് എനിക്ക് ഉറപ്പില്ല, ഞാൻ എഴുതിയതെന്ന് പറയുകയാണ്. അപ്പോൾ മൂന്നാമത്തത് സെൻട്രിപിറ്റൽ ഫോഴ്സ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ വേണ്ടി ഏത് ഫോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ് എഴുതി വെച്ചത്. നാലാമത്തെ പിന്നെ എലാസ്റ്റിസിറ്റി ഏറ്റവും കൂടുതലുള്ളത് സ്റ്റീലിൻ്റെ, ഓപ്ഷൻ ബി ആണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അഞ്ചാമത്തത് ട്രൂ ഓർ ഫാൾസ് കണ്ടുപിടിക്കാനാണ്. അത് ഞാൻ ഫാൾസ് ആണ് എഴുതിച്ചിട്ടുണ്ടായിരുന്നത്. വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ, ഗ്യാസിൻ്റെ പിന്നെ അങ്ങനെ ആണോ, അപ്പോൾ ഞാൻ ഫാൾസ് എഴുതിച്ചു. ആറാമത്തെ എഴുതി വെച്ചത് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഏഴാമത്തത് ആവറേജ് കൈനറ്റിക് ഓഫ് എ മോളിക്യൂൾ ഓഫ് എ ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ് എഴുതി വെച്ചത്. അത് ശരിയാണെന്ന് അറിയില്ല. പിന്നെ അടുത്തത് എട്ടാമത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുക. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് എഴുതി. എയും ബിയും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 9ാമത്തെ പാരലോഗ്രാം സ്റ്റേറ്റ് ചെയ്യാനായിരുന്നു. അത് പാരലോഗ്രാം ലോ എഴുതാനായിരുന്നു, അത് എഴുതി. പിന്നെ അതിന് തന്നെ ബി എന്ന് പറയുന്നത് നൾ വെക്റ്റർ എന്താണ്, 0 മാഗ്നിറ്റ്യൂഡുള്ള അങ്ങനെ എഴുതി വെച്ചു. പിന്നെ 10ാമത്തത് ഇത് ഇൻഎലാസ്റ്റിക് ആണോ ഇലാസ്റ്റിക് ആണോ, 2 bodies stick together after collision. അത് ഞാൻ എ ക്വസ്റ്റ്യൻ ഇൻഇലാസ്റ്റിക്കും ബി ടൈപ്പ് ഓഫ് ഏത് കൊളീഷനാണ് ടോട്ടൽ കൈനറ്റിക് എനർജി കൺസർവ് ആവുന്നത്, ബി ക്വസ്റ്റ്യൻ എലാസ്റ്റിക്, ബി ഓപ്ഷൻ എലാസ്റ്റിക് വരെ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 11ാമത്തത് മൊമെൻറ്റം ഓഫ് ഇനേർഷ്യ, അത് റെസ്റ്റിൽ റിമൈൻ ചെയ്യും അൺലെസ് കമ്പൽഡ് അവേ, അത് എഴുതി വെച്ചു. പിന്നെ അതിൻ്റെ തന്നെ ബി സ്റ്റേറ്റ് ഇൻ 2 ഫാക്ടേഴ്സ്, അത് ഞാൻ മാസ് ഓഫ് ദ ബോഡി ഒരെണ്ണം എഴുതി വെച്ചുള്ളൂ, ബാക്കി ഞാൻ എഴുതിയില്ല, അപ്പോൾ അങ്ങനെ എഴുതി വെച്ചു. പിന്നെ 12ാമത്തെ എന്ന് പറയുന്നത് സ്റ്റേറ്റ് കെപ്ലർസ് ലോ, അത് എഴുതി വെച്ചു. സെയിം ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഏരിയ കവർ ചെയ്യുന്നത്, അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചു. പിന്നെ ബി ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കലായിരുന്നു. അതെന്ന് പറയുന്നത് മറ്റേ T² A³ അത് വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ എഴുതി വെച്ചത് 1:4 എന്നായിരുന്നു. പക്ഷേ എൻ്റെ ശരിക്കുള്ള ആൻസർ 1:8 എന്നുണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റിപ്പോയി. പിന്നെ 13ാമത്തെ ഞാൻ എഴുതിയില്ല. 14ാമത്തത് ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടു. എഴുതിയില്ല, അതുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി 15ാമത്തത് ഡ്രോ ദ വെലോസിറ്റി ടെലിഗ്രാഫ്, അത് എങ്ങനെയാണ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ചോദിച്ച പകുതി ഗ്രാഫിന് എനിക്ക് ഒരു പിടുത്തമില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ വരച്ച് വെച്ചു. പിന്നെ S=UT + ½ AT², അത് ഞാൻ എന്തോ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഇക്വേഷൻ വെച്ചിട്ട്. പിന്നെ 16ാമത്തത് കംപ്ലീറ്റ് ദ ഫിഗർ ഷോയിങ് വിത്ത് ഫോഴ്സസ് ആക്ടിങ്, അതിങ്ങനെ വരച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോർമൽ റിയാക്ഷൻ, പിന്നെ mg ഫോഴ്സ്, പിന്നെ cos θ, F cos θ, N cos θ, അങ്ങനെ അത് വെച്ചിട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ തന്നെ ബി എന്ന് പറയുന്നത് മാക്സിമം പെർമിസിബിൾ സ്പീഡിൻ്റെ ഇക്വേഷൻ എഴുതാറുണ്ടായിരുന്നു. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് ഫുൾ ഡിറൈവ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഫൈനൽ ആൻസർ ഞാൻ അത് ആൻസറായിട്ട് എഴുതി വെച്ചു. എന്തിനാ വെറുതെ ഒരു മാർക്ക് കളയുന്നതെന്ന് വെച്ച് ഞാൻ അത് ഫുൾ ഡിറൈവ് ചെയ്തിട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി √RB tan θ + μ/1 - μ tan θ, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 17ാമത്തതാണ്, അത് റൊട്ടേഷൻ ഓഫ് മാസ് ഇൻ ലീനിയർ മോഷൻ എന്ന് പറയുന്നത് മൊമെൻറ്റം ഓഫ് ഇനർഷ്യ ആയിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തന്നെ ബി എന്ന് പറയുന്നത് ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റ്. അത് ഞാൻ അവസാനം വായിച്ചോണ്ടെന്ന് വിചാരിച്ചായിരുന്നു, അത് വരും എന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വായിച്ചു നോക്കിയില്ല. പിന്നെ ഞാൻ പഠിച്ചായിരുന്നു മുമ്പേ, പക്ഷേ അത് മറന്നുപോയിരുന്നു. അപ്പോൾ ഞാൻ അത് ഡിറൈവ് ചെയ്തില്ല. പിന്നെ 18ാമത്തതാണ് സ്റ്റേറ്റ് ഹുക്സ് ലോ ആണ്. അത് ഞാൻ സ്ട്രെസ് ബൈ സ്ട്രെയിൻ, അതങ്ങനെ ഡിറൈവ് ചെയ്ത് വെച്ചു. പിന്നെ ബി എന്ന് പറയുന്നത് കംപ്രസിബിലിറ്റി കണ്ടുപിടിക്കാനാണ്. കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പോൾ റെസിപ്രോക്കലാണ് ബൾക്ക് മോഡുലസിൻ്റെ. അപ്പോൾ അത് റെസിപ്രോക്കൽ 1/2.3 ആ സംഭവം ഇട്ട് കൊടുത്തപ്പോൾ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്തു. അപ്പോൾ ഒരു വാല്യൂ കിട്ടിയപ്പോൾ ഞാൻ എഴുതി. പിന്നെ യൂണിറ്റും റെസിപ്രോക്കൽ ആകുമ്പോൾ മൈനസ് പ്ലസ് ആവും, പ്ലസ് മൈനസ് ആവും, അങ്ങനെ എഴുതി വെച്ചു. പിന്നെ 19ാമത്തത് സ്ട്രീം ലൈൻ ഫ്ലോവും ടർബുലൻറ്റ് ഫ്ലോവും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ്. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ട് പോകുന്നത്, ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഇറഗുലർ, അങ്ങനെ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചു.
വെച്ചു. അതേപോലെ തന്നെ അതിൻ്റെ തന്നെ ബി സെക്ഷൻ എന്ന് പറയുന്നത് പ്ലോട്ട് ഗ്രാഫ് ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ. അത് എനിക്ക് അറിയത്തില്ല, ഞാൻ എൻ്റെ ഊഹം വെച്ചെന്ന രീതിയിൽ വരച്ചു, അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ 20ാമത്തത് ബോയിലിംഗ് ലിക്വിഡ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുമ്പോൾ അതെന്താണ് പൊട്ടുന്നത്, അങ്ങനെ അതാണ്. അത് അൺഈക്വൽ എക്സ്പാൻഷനോ പിന്നെ സ്ട്രെസ്സോ അങ്ങനെ എന്തൊക്കെ എനിക്ക് വെച്ചു. പിന്നെ അതിൻ്റെ തന്നെ ബി എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കലായിരുന്നു, അത് എനിക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു, അപ്പം ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ 21ാമത്തത് ഡ്രോ പി വി ഗ്രാഫ് ഓഫ് അതും എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ചെയ്തില്ല. പിന്നെ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോട്ട് പോസിബിൾ എന്ന് എഴുതി, അത് എന്താ വൈകുന്നുള്ളതിനും ഞാൻ എഴുതിച്ചില്ല. പിന്നെ 22ാമത്തത് എനർജീൻ്റെ ഡയമെൻഷൻ എഴുതാനാണ്, അത് ml²T⁻² എന്നാണ് എഴുതി വെച്ചേ. പിന്നെ അതിന് തന്നെ ബി എന്ന് പറയുന്നത് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ, അത് ഓപ്പോസിറ്റ് സൈഡിൽ ഈക്വൽ ആയിട്ടുള്ള ഡയമെൻഷൻ വന്നാലാണ്, അങ്ങനെ അത് ഡിഫൈൻ ചെയ്ത് വെച്ചു. സി എന്ന് പറയുന്നത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല, മീൻസ് ഇത് ചെയ്യാൻ എനിക്ക് പിടുത്തുണ്ടായിരുന്നില്ല, ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ശരിയായിരിക്കില്ല, അപ്പം ഞാൻ റോങ് ഇട്ട് വെച്ച്, മീൻസ് കറക്റ്റ് അല്ല എന്നുള്ളതാണ് വെച്ചത്, ശരിയാണെന്ന് എനിക്കറിയില്ല. പിന്നെ 23ാമത്തതും ആ ഒരു 3 സംഭവം എനിക്ക് വലിയ പിടുത്തുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ഫുൾ ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ 24ാമത്തത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനെ എന്തോ എഴുതിച്ചു ഡിഫൈൻ ചെയ്തിട്ട്. പിന്നെ ബി എന്ന് പറയുന്നത് ഞാൻ സ്കിപ്പ് ചെയ്തു. സിയിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ബി ഓപ്ഷനായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 25ാമത്തെ ക്വസ്റ്റ്യനാണ്, അത് ഞാൻ ചെയ്തില്ല, അത് ഫുൾ സ്കിപ്പ് ചെയ്തു. 26ാമത്തത് ഒരു ക്രിക്കറ്റ് ബോൾ ത്രോ ചെയ്യുന്നതായിരുന്നു, അത് ഞാൻ എ ക്വസ്റ്റ്യൻ വെർട്ടിക്കൽ വെലോസിറ്റി 0, ഹൊറിസോണ്ടൽ വെലോസിറ്റി യൂക്കോസിറ്റി അങ്ങനെ എന്ത് എഴുതി വെച്ചു. പിന്നെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്രസ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദ ബോൾ T=2u sin θ/g അങ്ങനെ എഴുതി വെച്ചു. പിന്നെ സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ 27ാമത്തത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അത് റേറ്റ് ഓഫ് ചേഞ്ച് മൊമെന്റ് ഓഫ് ബോഡി, അത് സ്റ്റേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ബി എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, അത് ഡെറൈവ് ചെയ്യാനാണത്. ഞാൻ P=കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് F ഇപ്പോൾ 0 ആണ്, അത് ഞാൻ ഡെറൈവ് ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ തന്നെ സി ക്വസ്റ്റ്യൻ റീകോയിൽ വെലോസിറ്റി ഓഫ് എ ഗൺ, സി ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് റീകോയിൽ വെലോസിറ്റി ഓഫ് എ ഗൺ, അത് ഗണ്ണ് ബാക്ക്വേർഡായിട്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റി അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ രണ്ടാമത്തേന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, എന്ത് റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ, അപ്പോൾ ഞാൻ B=-mv/m അങ്ങനെ ഇത് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ആൻസർ ചെയ്തപ്പോൾ എനിക്ക് 1.25 m/s അങ്ങനെയാണ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തത് എർത്തിങ് ബാർ സെയിം ആക്സിലറേഷൻ ആണ് ഓൾ ഒബ്ജക്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ മാസ് ആണ്, അത് ഞാൻ ആക്സിലറേഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് അങ്ങനെ എഴുതിച്ചു. പിന്നെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ വേരിയേഷൻ ഓഫ് g വിത്ത് ഹൈറ്റ് ആണ്, അത് GH=1-2h/r അങ്ങനെ എന്തോ എഴുതിച്ചു, അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ എന്തോ ഡിറൈവ് ചെയ്തിച്ചു. പിന്നെ സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ഓഫ് ദ ഡിസ്റ്റൻസ്, അതും ഗ്രാഫ് വരയ്ക്കാനായിരുന്നു, അതിന് ഇങ്ങനെയുള്ള എന്തോ ഗ്രാഫ് വരച്ചത്, ശരിയാണെന്ന് ഓർമ്മയില്ല, ഞാൻ മൊത്തത്തിൽ റിവൈസ് ചെയ്തിട്ടായിരുന്നില്ല പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിനു മുമ്പ് പഠിച്ചത് ഞാൻ ഓർത്തെടുത്ത് ആ ഒരു ഗ്രാഫ് വരച്ചു, ശരിയാണെന്ന് അറിയില്ല. പിന്നെ 29ാമത്തെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്കൊന്നും അറിയില്ല, ഞാനൊരു ആ ഒരു ചാപ്റ്റർ പഠിച്ചില്ല, അപ്പോൾ ഞാൻ അതും സ്കിപ്പ് ചെയ്ത് വിട്ടു. 29ാമത്തെ ക്വസ്റ്റ്യൻ ഫുള്ള്, അപ്പോൾ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ കുറേ സ്കിപ്പ് ചെയ്ത് വിട്ടു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 5 ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളതായിരിക്കും, അപ്പോൾ അത് ഫുള്ള് റിവൈസ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം റിവൈസ് ചെയ്ത് പോയവർക്ക് ഇത് അത്യാവശ്യം ഈസി ആയിട്ടുള്ള എക്സാം ആയിരിക്കും. ഞാൻ പൊട്ടുമെന്ന് വെച്ച് പോയതായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ട് എഴുതാൻ പറ്റി. ഞാൻ ടഫാണെന്ന് വെച്ച് പോയ എക്സാം ആയിരുന്നു, ടഫായിരുന്നില്ല, പക്ഷേ കുഴപ്പമില്ലായിരുന്നില്ല, ജയിക്കുമായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എക്സാം ടഫായിരുന്നോ? ടഫാകാൻ വഴിയില്ല, ഈസി ആയിരിക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്ര നല്ലൊരു വീഡിയോ, എനിക്കൊരു ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു.